സമസ്ത കേന്ദ്ര മുശാവറ യോഗത്തിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഉമർ ഫൈസി മുക്കത്തോട് സദസ്സിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയോ? എന്തുകൊണ്ടാണ് മുശാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇറങ്ങിപ്പോയത്? ന്യൂസ് 26നോട് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സംസാരിക്കുന്നു. സംഗതി സംഭവിച്ചത് മുഷാവറയിൽ ഇന്ന് ആദ്യം ഒരു ആമുഖ ഭാഷണം നടത്തി. പൊതു വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊക്കെ പണ്ഡിതരാണ്, നമ്മൾ മാതൃകയാണ് സമുദായത്തിലെ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തണം എന്നുള്ള വിഷയങ്ങളൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു ആമുഖ ഭാഷണം. ആ ആമുഖ ഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് തങ്ങൾ പറഞ്ഞ് ഉമർ ഫൈസിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളൊക്കെ ഒന്ന് വരും. ആ സമയത്ത് ഉമർ ഫൈസിയുടെ മാറി ഇരിക്കണം. മുപ്പെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ മുമ്പൊരു അഭാവമുള്ള വേണ്ടത് നല്ലത് എന്ന് പറഞ്ഞാൽ 10-20 മിനിറ്റുള്ള സംസാരം തങ്ങൾ അവസാനിപ്പിച്ചു. അങ്ങനെ യോഗം സാധാരണ നടപടികളുമായി മുന്നോട്ട് പോയി. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനാണ് ചോദിച്ചത്, സമസ്തയുടെ കീഴടങ്ങളുടെ നേതാക്കന്മാരിൽ 25 ആൾ സൈൻ ചെയ്തൊരു ഹർജി വന്നിട്ടുണ്ട്, അത് ചർച്ചയ്ക്ക് എടുക്കണില്ല എന്ന് ചോദിച്ചു. അപ്പോൾ നേതാക്കന്മാർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അവരുടെ കോപ്പി ആയി കൊടുത്തിരുന്ന ഒപ്പിട്ട ആൾക്കാർ, സംഘടനയുടെ നമ്മുടെ തൊട്ടത്തുള്ള ആൾക്കാരെ കീഴടങ്ങളുടെ. അപ്പൊ അത് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാനേജറോട് എടുത്തു. മാനേജറുള്ളത് വായിക്കലും അവതരിപ്പിക്കലൊക്കെ. അപ്പൊ അതിൽ ആദ്യം 25 ആൾ ഒപ്പിട്ട ഒരു 6 പേജിലുള്ള ഒരു ആർട്ടിക്കിളാണ് ഒരു പിന്നെ ഹർജിയ. അത് വായിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ സമാനമായ കുറച്ച് പിന്നെ കടലാസുകൾ വേറെ ഉണ്ടായിരുന്നു. കീഴടങ്ങളുടെയും സമസ്ത പ്രവർത്തകന്മാരുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള കത്തുകൾ. അത് സമാന വിഷയങ്ങളായതുകൊണ്ട് ഇതിന്റെ കൂടെ വായിച്ചു. എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഉമർ ഫൈസി ഒന്ന് മാറിയിരിക്കണം, ഉമർ ഫൈസിനെ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഉമർ ഫൈസി പറഞ്ഞു ഞാൻ മാറിയിരിക്കൂലെന്ന്. മാറിയിരിക്കേണ്ടതില്ല, നിങ്ങൾ ചർച്ച ചെയ്തോളൂ, ഞാൻ അതിന് എതിരൊന്നും പറയുന്നില്ല, പിന്നെ മാറിയിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ് വേണ്ടത് എന്നല്ല, ഞാൻ ആ വിഷയം പറയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രസിഡന്റിന് മുമ്പ് മാറിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ. അപ്പൊ നിങ്ങളടക്കമുള്ള കുറെ കള്ളന്മാരെന്നുള്ള രൂപത്തിൽ എന്തോ ഒരു വാക്യം മൂപ്പര് പ്രയോഗിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ മൂപ്പര് വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞ ഇളവണ്ണപ്പാറയിൽ പ്രസംഗിച്ചപ്പോ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഖാദി ഫൗണ്ടേഷനെ വിമർശിച്ചു, തങ്ങളെ വിമർശിച്ചു എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് 4 കാലങ്ങളിൽ നടക്കും, പിന്നില് മോൾക്ക് വളഞ്ഞ വാലുണ്ടാവും, ഇടക്ക് കുരക്കും, പിന്നെ നായെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷെ ആളുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ശൈലി ഖുർആനിലുണ്ട് പല സ്ഥലത്തും. ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ, എന്നിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ഇന്ന ആളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ? നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങളാണ് പിന്നെ കള്ളന്മാര് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സമസ്തയിലെ മുഷാവറ അംഗങ്ങളുടെ ഇടയിൽ ഇതൊരു വലിയ അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളത് എന്താണ് ഞാൻ കട്ടെടുത്തത് കള്ളന്മാര് പറഞ്ഞപ്പോ. അപ്പൊ അയാൾ വിശദീകരിച്ചു, കള്ളന്മാരാണോ കട്ടെടുക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കള്ളം പറയുന്നവരാണെന്നാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനിയോട് ഇരിക്കുന്നത് ശരിയല്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ജിഫ്രി തങ്ങള് മുഷാവറയിൽ നിന്ന് ഇറങ്ങി വന്നു. അതെ, അങ്ങനെ മുഷാവറയിൽ നിന്ന് ഇറങ്ങി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ.